അവർക്ക് കോടതി ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞു കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ നമ്മളെ മനസ്സാകെ തകർന്നിട്ടുണ്ട്. ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മളെ വളരെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ ഇപ്പോൾ വന്നത് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒരു കുറ്റവാളികൾ, അതായത് പ്രതികൾ, അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. അത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്വാധീനം ഉപയോഗിച്ച് എന്തും സംഭവിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ വന്നതും കോടതി മുന്നിൽ തന്നെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും. തീർച്ചയായും ഇളവ് നൽകരുത്. അത് കുട്ടികളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് വളരെയേറെ ഒരു വിഷമമുണ്ട് കോടതിയിൽ നിന്ന് പരിഗണിക്കും. അതായത് ഇത്രയും ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തൊരു കേസായതുകൊണ്ട് ഇവരിലേക്കാണ് ചൂണ്ടുകൾ കാണുന്നത്. അതുകൊണ്ട് കോടതി, ബഹുമാനപ്പെട്ട കോടതിയോടും മറ്റുള്ള നിയമത്തിനോടും നമ്മൾ അപേക്ഷിക്കാനുള്ളത് അവർക്കൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നുള്ള. ഈ വിധിയിൽ അത്ഭുതപ്പെടാനായിട്ടൊന്നും തന്നെയില്ല. കാരണം നഷ്ടപ്പെട്ടത് ഉപ്പയുടെ മകനാണ്, അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയോ നീതി പുറപ്പെടുവിച്ച ഏമാന്മാരുടെയോ ആരുടെയും മക്കളല്ല. അതുകൊണ്ട് ഈ നീതി തന്നെ വളരെ ധാരാളമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണെന്നുള്ള ഓർമ്മ വേണം. കേരളത്തിലെ നിയമം കൊലയാളികൾക്കും ക്രിമിനലുകൾക്കും മാത്രം നീതി ലഭിക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ നാട്ടിലേത്. നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഈ ക്രിമിനലുകളെ, ഈ കൊലയാളികളെ പാലൂട്ടിയും താരാട്ടുപാടിയും ഓശാന പാടിയും വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപ്പയോടും ഉമ്മയോടും വാക്ക് പറഞ്ഞതല്ലേ നിങ്ങൾക്കുള്ള നീതി നടപ്പാക്കി തരുമെന്ന്. ആ മുഖ്യമന്ത്രിയുടെ നീതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത്യാവശ്യമാണ്. കാരണം നാളെ ഒരു സമയത്ത് അവർ പള്ളയ്ക്ക് കത്തി കയറ്റാൻ പറയുമ്പോൾ ആ പള്ളയ്ക്ക് കത്തി കയറ്റാനും, അവർ തല വെട്ടിക്കൊണ്ട് വരാൻ പറയുമ്പോൾ ആ തല വെട്ടി ഈ തമ്പുരാക്കന്മാരുടെ കാൽ കീഴിൽ വെക്കാനും ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് അവരുടെ വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് നീതി ലഭ്യമാകണമെങ്കിൽ ഓരോ ജനങ്ങളും മുന്നിട്ടിറങ്ങണം. അല്ലാതെ നേതാക്കളിൽ നിന്ന്, നിയമവ്യവസ്ഥയിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മുടെ സാധാരണക്കാരുടെ വോട്ട് മേടിച്ച് സാധാരണക്കാരുടെ പള്ളക്കടിക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് ഷഹബാസ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. സ്വന്തം മകളെ പീഡിപ്പിച്ചവനെ സ്വന്തം അച്ഛൻ പോയി വെടിവെച്ച് കൊന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. അതാണ് ആ പെൺകുട്ടിക്കുള്ള നീതി. അല്ലാതെ അവനെ നിയമത്തിന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് സർക്കാർ ചിലവിൽ തീറ്റിക്കൊഴുപ്പിച്ച് മറ്റൊരു സൽമാൻ ഖാനായി അടുത്ത 10-20 പെൺകുട്ടികളെ പീഡിപ്പിക്കാനുള്ള കരുത്തുമായി സർക്കാരോ നേതാക്കളോ അവനെ പുറത്തിറക്കിയനെ. അപ്പോൾ ആ അച്ഛൻ ചെയ്തതാണ് ശരി. അതുപോലെ ഓരോ അച്ഛന്മാരും മുന്നിട്ടിറങ്ങിയെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. അതിനാരും തയ്യാറല്ല. ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ വാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരും. രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, മതങ്ങൾക്ക് അതീതമായി ജനങ്ങൾ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷഹബാസുകൾ പല വീടുകളിലും ഇതുപോലെ മരിച്ച് വീഴുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം.